മറ്റു വാർത്തയിലേക്ക് FCRI നിയമ ഭേദഗതി പാർലമെന്റിന്റെ പ്രത്യേക സിറ്റിംഗിൽ ഉണ്ടാകില്ലെന്ന് കേന്ദ്രം. വനിതാ സംവരണ ബില്ലിനൊപ്പം മറ്റു ബില്ലുകൾ പരിഗണിക്കാൻ സാവകാശമുണ്ടാകില്ലെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ അവസാനിക്കേണ്ട സമ്മേളനം ഈ മാസം 16 വരെ നീട്ടിയിരുന്നു. സീറ്റുകൾ കൂട്ടിക്കൊണ്ട് വനിതാ സംവരണം 2029 മുതൽ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബില്ല് 3 ദിവസം കൊണ്ട് 2 സഭകളിലും പാസാക്കി. വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പിന്തുണ കൂടുതലായി നേടുകയും സർക്കാരിന്റെ ലക്ഷ്യമാണ്. എന്നാൽ പ്രത്യേക സിറ്റിംഗ് മാറ്റണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയ യുവതിക്കെതിരായ സൈബർ ആക്രമണത്തിൽ രാഹുൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. ഫെനി നൈനാൻ നടത്തുന്ന സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിന് പിന്നിൽ രാഹുൽ എന്നാണ് ആരോപണം. ഈ മാസം 17 ഹാജരാകാനാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, ഫെനി നൈനാനുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. ഈ യുവതിയെ മറ്റും അപമാനിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി നിലപാട് കടുപ്പിക്കുകയാണോ? കേസിലെ രണ്ടാമത്തെ പരാതിക്കാരിയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിരിക്കുന്നത്. അവർ ഈ പരാതിയിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ഫെനി നൈനാൻ തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുവെന്നാണ്. ഇത് മുഖവിലക്കെടുത്തുകൊണ്ട് ഫെനി നൈനാന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഐഡികൾ രാജ്യത്ത് ലഭ്യമല്ലാതാകുന്ന തരത്തിലേക്ക് മെറ്റയ്ക്ക് നൽകിയ പരാതിയെ തുടർന്ന് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ. അതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഈ പരാതിയിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഞ്ചിയൂർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വരുന്ന 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം. ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെയെങ്കിൽ 17-ാം തീയതി കോടതിയുടെ ഭാഗത്തുനിന്ന് രാഹുലിനെ നേരിട്ട് കേട്ടതിനു ശേഷം നടത്തുന്ന നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.